ദൈവമായ കർത്താവ് നമുക്കൊരു അവസരം കൂടി തന്നിരിക്കുകയാണ് ജീവിക്കുവാൻ വേണ്ടി. നമ്മുടെ അവസ്ഥകൾ മുഴുവനും ഈശോയുടെ കരങ്ങളിലേക്ക് ഇന്നത്തെ പ്രാർത്ഥന നിയോഗമായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം. കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 31-ാം തിരുവചനം പറയുന്നുണ്ട്, കർത്താവ് എന്നേക്കുമായിട്ട് എന്നെ ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് എന്നെ വേദനിപ്പിച്ചാലും തന്റെ കാരുണ്യാതിരകത്തിനനുസൃതമായിട്ട് എന്നോട് ദയ കാണിക്കും. അവിടുന്ന് ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. വിശ്വസിക്കാം മക്കളെ, നമ്മൾ കടന്നു പോകുന്ന ഏത് അവസ്ഥയിലാണോ ഈ അവസ്ഥകളെ മാറ്റിമറിക്കുവാനുള്ള ഒരു ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നമ്മളെ എന്നേക്കുമായിട്ട് ഒരിക്കലും ഉപേക്ഷിക്കില്ല. കാരണം നമ്മുടെ അവസ്ഥയിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ അവസ്ഥയിൽ വീണുകിടക്കുന്ന അവസ്ഥയിൽ നമ്മളെ പൊക്കിയെടുക്കുവാന് കർത്താവ് കൂടെ നടന്ന് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുക മക്കളെ, ദാനമായിട്ട് തന്ന ഈ ജീവിതം, ദാനമായിട്ട് തന്ന ഈ ദിവസം അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ ദിവസമാക്കി ദൈവമായ കർത്താവ് നമ്മളെ മാറ്റും. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചന പുസ്തകം 30-ാം അധ്യായത്തിൽ 17-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. നമ്മൾ കടന്നു പോകുന്ന വഴികള്, നമ്മൾ ഏറ്റവും വാങ്ങേണ്ടി വരുന്ന എല്ലാ വേദനിക്കുന്ന മുറിപ്പെടുത്തുന്ന വാക്കുകള്, പരസ്യമായിട്ട് അവഹേളിക്കുന്ന നിമിഷങ്ങളില് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ജെറമ്യാ പ്രവാചന പുസ്തകം 30:18 പറയുന്നുണ്ട്, യാക്കോബിന്റെ കൂടാരങ്ങളുടെ ഭാഗതയെ ഞാൻ പുനഃസ്ഥാപിക്കും, അവരുടെ വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം കാണിക്കും. വിശ്വസിക്കാം മക്കളെ, നഗരം നാശകുംഭാരത്തിൽ നിന്ന് വീണ്ടും പണിതുയർത്താൻ കഴിവുള്ളവൻ, കൊട്ടാരം അതിന്റെ സ്ഥാനത്ത് തന്നെ വീണ്ടും നിർത്തുവാൻ കഴിവുള്ളവൻ നമ്മുടെ സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീണുപോയ കൂടാരത്തെ, ജീവിതമാകുന്ന പാനപാത്രത്തെ പുനഃസ്ഥാപിക്കുവാന് നമ്മളോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ദേശത്തോട് കാരുണ്യം കാണിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവം അത് അനുഗ്രഹത്തിന്റെ, സൗഖ്യത്തിന്റെ, വിടുതലിന്റെ ദൈവമാണ്. നമ്മുടെ കൂടെ നടന്ന് നമ്മളോട് ചേർത്ത് നിൽക്കുന്ന, നമ്മളെ ചേർത്ത് നിർത്തുന്നവനാണ്. നമ്മുടെ എല്ലാ ജീവിത അവസ്ഥകളും മാറ്റിമറിക്കാൻ കഴിവുള്ള, ആ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം മുഴുവനും നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. യേശുനാമത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.